നമസ്കാരം. കോട്ടയത്തെ ഇരട്ടക്കൊലയിൽ പ്രതി അസം സ്വദേശി അമിത് ഒറാങ് പിടിയിൽ. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നിർണായക വിവരങ്ങളിൽ അമിതാണ് കൊലപാതകിയെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നടന്നു പോകുന്നയാൾ അമിത് ഒറാങ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊല്ലാൻ ഉപയോഗിച്ച മഴുവിൽ നിന്ന് ലഭിച്ച വിരലടയാളം ഇയാളുടേതാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് മാളയിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടിയത്. മൊബൈൽ ഫോൺ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മോഷണ കേസുമായി ബന്ധപ്പെട്ട് അമിതിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സമയത്ത് അമിതിന്റെ വിരലടയാളം ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിരുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ഈ വിരലടയാളവും സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച മഴുവിലെ വിരലടയാളവും തമ്മിൽ ഒത്തുപോകുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതോടെയാണ് പ്രതിയെ ഉറപ്പിച്ചത്. അറസ്റ്റിലായ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അവസാനമായി മൊബൈൽ ഫോൺ ഓണായപ്പോൾ സേലത്തായിരുന്നു ലൊക്കേഷൻ കാണിച്ചത്. പ്രതിയുടെ കയ്യിൽ 10ഓളം ഫോണുകളും നിരവധി സിമ്മുകളും ഉണ്ട്. ഇതുപയോഗിച്ചാണ് ആളുകളെ ഇയാൾ ബന്ധപ്പെട്ടിരുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ സേലത്ത് ടവർ ലൊക്കേഷൻ കാട്ടിയതിന് പിന്നിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ കരുതലോടെ നീങ്ങിയ പോലീസ് മാളയിൽ നിന്നും ഇയാളെ പിടികൂടി. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാങ്കൂർ ശ്രീവത്സൻ വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരാണ് വീടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. 2017 ജൂണിൽ കോട്ടയം തെള്ളക്കത്ത് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ട യുവ വ്യവസായി ഗൗതം വിജയകുമാറിന്റെ മാതാപിതാക്കളാണിവർ. ഈ കേസിൽ CBI അന്വേഷണം തുടങ്ങി ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. കേൾവി പരിമിതിയുള്ള തോട്ടക്കാരൻ ബോൺരാജ് ഔട്ട് ഹൌസിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല. തിങ്കളാഴ്ച രാത്രി 12:30-നും 1-നും ഇടയിലാണ് കൊല നടന്നതെന്ന് കരുതുന്നു. വീട്ടിലെ മുൻ ജോലിക്കാരനാണ് അസം സ്വദേശി അമിത്. 3 വർഷമായി വിജയകുമാറിന്റെ വീട്ടിലെയും ഓഡിറ്റോറിയത്തിലും ഇയാൾ ജോലി ചെയ്തിരുന്നു. ഇതിനിടെയാണ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും ഫോണുകൾ മോഷ്ടിച്ചതും ഇതുപയോഗിച്ച് പണം തട്ടിയെടുത്തതും. ഈ കേസിൽ 5.5 മാസത്തോളം ജയിലിലായിരുന്നു ഇയാൾ. ജയിലിൽ കഴിയുന്ന സമയത്ത് അമിതിനെ ഭാര്യ ഉപേക്ഷിച്ചു പോയെന്ന് സൂചനയുണ്ട്. ഈ കേസിൽ ആസാമിൽ ചെന്ന് ഭാര്യയെയും അമിതിനെയും ഒരുമിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതി കുറ്റസമ്മതവും നടത്തി. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നവാനാണ് നീക്കം. വിജയകുമാറിന്റെ ഫോൺ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ജയിലിൽ പോയ പ്രതി പുറത്തിറങ്ങിയ ശേഷം വിജയകുമാറിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയതായി സൂചനയുണ്ട്. മൃതദേഹങ്ങൾ 2 മുറികളിലായിരുന്നു. കോടാലി കൊണ്ട് തലക്കടിച്ച ശേഷം തലയണ കൊണ്ട് മുഖമമർത്തി മരണം ഉറപ്പാക്കിയെന്നാണ് കരുതുന്നത്. വീടിന്റെ കതകിനും വീടിനുള്ളിലും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ അമിതിന്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങളോളം ആസൂത്രണം നടത്തിയെന്നും ശനിയാഴ്ച മുതൽ അമിത് താമസിച്ചത് നഗരത്തിലെ ലോഡ്ജിലാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി പലതവണ വിജയകുമാറിന്റെ വീടിന് പരിസരത്തെത്തി പരിസരം വീക്ഷിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ അമിത് ലോഡ്ജ് വിട്ടു. വൈകിട്ടോടെ റെയിൽവേ സ്റ്റേഷനിലും എത്തി. രാത്രിയോടെയാണ് പ്രതി കൊലപാതകം നടത്താനായി വീട്ടിലെത്തിയത്. കൊലപാതകം നടന്ന തിരുവാതുകലിലെ 6 അടി ഉയരമുള്ള മതിലുകളോടുകൂടിയ വലിയ വീടിന് CCTV ക്യാമറകളും കാവൽ നായയും ഉണ്ടായിരുന്നു. സംഭവ സമയത്ത് കാവൽ നായ കുരച്ചില്ല. മാത്രമല്ല വീട്ടിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVR കാണുന്നുമില്ല. ഇതോടെ മോഷണ ശ്രമമല്ല കൊലയ്ക്ക് കാരണമെന്ന് പോലീസിന് വ്യക്തമായി. 1 വർഷം മുൻപ് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അസം സ്വദേശി അമിത് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് പ്രതികാരത്തിന്റെ തുടക്കം. ഇന്നലെ രാവിലെ 8:30-ഓടെ വീട്ടിൽ ജോലിക്കാരി എത്തിയപ്പോഴാണ് അരുംകൊലയുടെ വിവരം പുറത്തറിഞ്ഞത്. വീടിന്റെ മുൻവാതിലിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ സ്വീകരണ മുറിയിൽ വിജയകുമാർ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു ആദ്യം കണ്ടതെന്ന് ജോലിക്കാരി പോലീസിന് മൊഴി നൽകി. തൊട്ടടുത്ത മുറിയിൽ ഭാര്യ മീരയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു.